എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പെന്തക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അത് പറയാനായിട്ട് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. അത് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നതായിരിക്കും. ഇത് മറ്റാരുമല്ല, യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലിൻ്റെ ദേശീയ പ്രസിഡൻറ്റ് ബ്രദർ ബാബു പറയത്ത് കാട്ടിലിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഒരു നല്ല ബിസിനസ്സുകാരനാണ്. പാരമ്പര്യമായി നല്ല ഒരു ബിസിനസ്സുകാരനും അതോടൊപ്പം ഒരു രാഷ്ട്രീയക്കാരനുമാണ്. കേരളത്തിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ ഉന്നതമായ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ബാബു പറയത്ത് കാട്ടിൽ. എന്നാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ, ഈ ചില ദിവസങ്ങൾക്ക് മുമ്പ് ബ്രദർ ബാബു പറയത്ത് കാട്ടിൽ ഒരു ചാനലിന് ഒരു അഭിമുഖം കൊടുത്തു. അതായത് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ നിന്ന് MLA-മാരും MP-മാരും ഉണ്ടാകണം. അതിന് കേരളത്തിൽ വിജയസാധ്യതയുള്ള 14 സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്റ്റൽ സമൂഹത്തിന് സ്വാധീനമുള്ള 14 സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തും. അതായത് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തും എന്നൊരു പരാമർശം അദ്ദേഹം നടത്തി. അത് ചില TV ചാനലുകാർ അത് അവരുടെ ചാനലിൽ വാർത്തയായിട്ട് കൊടുത്തു. ഞാനും ആ വാർത്ത ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് എൻ്റെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലിട്ടു. എന്നാൽ ആ വീഡിയോ നല്ല റീച്ച് ലഭിച്ചു. നിരവധി ആളുകൾ ആ വീഡിയോ കണ്ടു. അദ്ദേഹം പറയുന്നത് പെന്തക്കോസ്റ്റൽ സമൂഹത്തിന് സ്വാധീനമുള്ള 54 മണ്ഡലങ്ങളുണ്ട്. അതിൽ 14 സ്ഥലങ്ങളിലെങ്കിലും ഏറ്റവും സ്വാധീനമുള്ളത്, അതായത് പെന്തക്കോസ്റ്റൽ സമൂഹത്തിലുള്ളവർ വിജയിച്ച് MLA ആകുക എന്നുള്ളതല്ല. ഒരുപക്ഷെ അതിന് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ അത് സാധ്യമല്ലായിരിക്കാം. എന്നാൽ ചില പാർട്ടികൾ ചില വ്യക്തികൾ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ഉള്ള ജനപിന്തുണ പെന്തക്കോസ്റ്റൽ സമൂഹത്തിനുണ്ട്. ഇതാണ് അദ്ദേഹം മുമ്പോട്ട് വച്ച ആശയം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആ കമൻറ്റുകൾ വായിച്ചാൽ ഒരു സാധാരണക്കാരന് ഇതുപോലുള്ള സംഘടനയിൽ പ്രവർത്തിക്കാൻ താല്പര്യം തോന്നുകയില്ല. ഈ കമൻറ്റുകളെല്ലാം വായിച്ചിട്ട് ബ്രദർ ബാബു പറയത്ത് കാട്ടിൽ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തെ ഒന്ന് നയിച്ചുകൊണ്ട് പോകാൻ, അല്ലെങ്കിൽ ഒരൈക്യത ഉറപ്പാക്കി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ എത്രമാത്രം കഠിന പ്രയത്നം ചെയ്യണം, എത്രമാത്രം പരിശ്രമിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ബോധ്യമായിരിക്കാം. അദ്ദേഹം ഒരു മാർത്തോമ സഭക്കാരനായിരുന്നു. പിന്നീട് പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നതാണ്. എന്നാൽ 46 വർഷമായിട്ട് പെന്തക്കോസ്റ്റിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പെന്തക്കോസ്റ്റുകാരുടെ സ്വഭാവം എന്താണ് എന്ന് കൃത്യമായിട്ടറിയാം. അപ്പോൾ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ എന്ന ഈ സംഘടന ആരംഭിക്കാനുള്ള ഒരു ഉദ്ദേശം തന്നെ പെന്തക്കോസ്റ്റൽ സമൂഹത്തിലുള്ളവരുടെ ഒരു ഐക്യത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. മുഖ്യധാര ചർച്ചുകളുണ്ട്: അസംബ്ലി ഓഫ് ഗോഡ്, ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭ, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, ഇങ്ങനെ ദ പെന്തക്കോസ്റ്റ് മിഷൻ, ഇങ്ങനെ ഈ പെന്തക്കോസ്റ്റൽ സഭകളുണ്ട്. എന്നാൽ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരുപാട് സഭകളുണ്ട്. അതായത് മുഖ്യധാര പെന്തക്കോസ്റ്റൽ സഭകളേക്കാൾ കൂടുതൽ സ്വതന്ത്രമായി നിൽക്കുന്ന പെന്തക്കോസ്റ്റൽ സഭകളാണ് കൂടുതൽ.
അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, അവർക്ക് ദൈവവിളി ഉണ്ടായി, അവർ സുവിശേഷ വേല തിരഞ്ഞെടുത്തു, അവർ സുവിശേഷത്തിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞു, അവർ ദൈവവിളി കേട്ടും ഒക്കെ ഇറങ്ങി തിരിച്ച ആളുകളാണ്. അവർക്ക് സ്വന്തമായി ഒരു ആരാധനാലയമോ അല്ലെങ്കിൽ പാഴ്സണേജോ ഒന്നുമില്ല. വാടകയ്ക്ക് വീട് എടുത്ത് അവിടെയാണ് പ്രാർത്ഥന നടത്തുന്നത്. അത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തങ്കു ബ്രദറിൻ്റെ സഭയായാലും അല്ലെങ്കിൽ ടിനു ജോർജിൻ്റെ ആയാലും അതുപോലെ പല പ്രശസ്തന്മാരായിട്ടുള്ള ആളുകൾ, ഒരുപാട് അംഗങ്ങളുള്ള ആളുകൾ, ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള സഭകളാണ് ഉള്ളത്. വാടകയാണ്, എല്ലാ കെട്ടിടവും വാടക കെട്ടിടങ്ങളാണ്. വാടക കെട്ടിടത്തിലൊരു ഹാളെടുത്തു, അവിടെ മൈക്കും സിസ്റ്റം എല്ലാം വെച്ചു, പിന്നെ അവിടെയാണ് പ്രാർത്ഥന. അതും ഒരു സ്വതന്ത്ര കൂട്ടായ്മയാണ്. അപ്പോൾ ഇങ്ങനെ സ്വതന്ത്ര കൂട്ടായ്മ ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് പല സഭക്കാർക്കും ശവക്കോട്ടയില്ല, അവർക്ക് പല പ്രശ്നങ്ങൾ നേരിടുന്നു. അവർ സുവിശേഷം പുറത്തിറങ്ങി പങ്കുവെക്കുമ്പോൾ അവർ പല പ്രതിസന്ധികൾ നേരിടുന്നു. ഭാരത സുവിശേഷീകരണത്തിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് സ്വതന്ത്ര സഭകളാണ്, അല്ലാതെ പാരമ്പര്യമായിട്ടല്ലെങ്കിൽ നിൽക്കുന്ന പെന്തക്കോസ്ത് സഭകളല്ല. എന്നാൽ ശ്രീ ബാബു പറയത്തുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരാശയം ഈ സ്വതന്ത്ര സഭകളെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ടീം ഉണ്ടാക്കുക, അത് ഒരു സംഘടന ഉണ്ടാക്കുക. അങ്ങനെ ഈ സംഘടന ഉണ്ടാക്കി ഈ പെന്തക്കോസ്തൽ സമൂഹത്തിൽ ആവശ്യമുള്ളവർക്ക്, മുഖ്യധാര ആളുകൾക്കല്ല, ഈ ആരും ആശ്രയമില്ലാത്ത ആളുകൾക്ക് നിയമപരമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവരിൽ രോഗികളുള്ള ആളുകളെ ട്രീറ്റ്മെൻറ്റിനുള്ള സാമ്പത്തിക സഹായം കൊടുക്കുക, കുട്ടികളെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഏതെങ്കിലും സുവിശേഷകന്മാർ ആക്രമിക്കപ്പെട്ടാൽ ഉടനെ അവിടെ എത്തിച്ചേരുക, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക, ആവശ്യമാണെങ്കിൽ വക്കീലിനെ തയ്യാറാക്കുക, ഏതെങ്കിലും ശവക്കോട്ടയില്ലാത്ത പെന്തക്കോസ്തൽ കൂട്ടായ്മകളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് സെമിത്തേരിയുടെ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഈ പെന്തക്കോസ്തൽ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ ഐക്യതയ്ക്ക് വേണ്ടി രൂപീകൃതമായ രൂപീകരിച്ച ഈ ബാബു പറയത്തുകാട്ടിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ സുവിശേഷ തൽപരരായിട്ടുള്ള ചില ആളുകളും അദ്ദേഹത്തോടൊപ്പമുണ്ട്. എന്നാൽ ഈ ബ്രദർ ബാബു പറയത്തുകാട്ടിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു TV ചാനലിന് അല്ലെങ്കിൽ ചില ചാനലുകൾക്ക് കൊടുത്ത ഒരു ബൈറ്റ്, അതായത് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം, പെന്തക്കോസ്തൽ സഭകൾ സ്ഥാനാർത്ഥിമാരെ നിർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വലിയൊരു വിവാദമായി. അതിൽ ഒരുപാട് പേര് കമൻറ്റുകൾ എഴുതി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഇത് പ്രതികരിക്കുന്നത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, പെന്തക്കോസ്തുകാർക്ക് രാഷ്ട്രീയം ആവശ്യമാണോ? നിങ്ങൾ പറ, രാഷ്ട്രീയം ആവശ്യമാണോ? നമ്മൾ പറയും രാഷ്ട്രീയ ആവശ്യമല്ല. ഞാനായാലും നിങ്ങളായാലും ആരായാലും നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അനുഭാവിയായിരിക്കും. അതായത് എൻ്റെ ഒരു വീഡിയോയിലൂടെ സഖാവ് പിണറായി വിജയനെതിരെ ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ അത് കേട്ട് ഒരു പെന്തക്കോസ്തുകാരൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. പിണറായി വിജയനെ കുറിച്ച് വീഡിയോ നീ ഇനി ചെയ്താൽ നിൻ്റെ കഴുത്ത് ഞാൻ വെട്ടിക്കളയും എന്നൊരു പെന്തക്കോസ്തുകാരൻ എന്നെ വിളിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്നെ ഒരു 30 മിനിറ്റ് എൻ്റെ അപ്പനും അമ്മയ്ക്കും, ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ മുത്തിക്കും വെല്ലിപ്പനും എല്ലാം വിളിച്ച് പൂരത്തെറി പറഞ്ഞു. ഒരു പെന്തക്കോസ്തുകാരനാണ്, ഈ എറണാകുളത്തുള്ള ഒരു തടി മില്ല് നടത്തുന്ന ഒരുത്തനാണ്. ഞാൻ ആ ഫോൺ അവിടെ അങ്ങ് മാറ്റി വെച്ചപ്പോൾ ഞാൻ പറയാൻ വന്നത്, പെന്തക്കോസ്തുകാരനായാലും ആരായാലും അവൻ്റെ ഉള്ളിലും ഒരു രാഷ്ട്രീയ ചിന്താഗതി ഉണ്ട്. മനസ്സിലായോ? കമ്മ്യൂണിസ്റ്റ് ആകാം, കോൺഗ്രസ് ആകാം, BJP ആകാം, എന്തുമായിക്കൊള്ളട്ടെ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും, ഞാനും, നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവിയായിരിക്കും. ഒരു സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പോലെ മത്സരിക്കാൻ നിൽക്കുന്നത് ശരിയാണോ? ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അച്ചായൻ അല്ലെങ്കിൽ സാറ്
ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണോ? അല്ല. ഞാൻ ചോദിച്ചു, വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ വോട്ട് ചെയ്യാൻ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു പാർട്ടിയിലെ ഒരാൾക്കായിരിക്കും. ഒന്നേ കമ്മ്യൂണിസ്റ്റ്, അല്ലെങ്കിൽ കോൺഗ്രസ്, അല്ലെങ്കിൽ BJP, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികൾക്കായിരിക്കും. അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അനുഭാവിയായിരിക്കും. അനുഭാവി അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് പലപ്പോഴും പാർട്ടികൾക്ക് അനുകൂലമായി പ്രതികരിക്കുന്നത്? അതൊന്ന് എൻ്റെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, പെന്തക്കോസുകാർക്ക് രാഷ്ട്രീയമില്ല, പാർട്ടിയില്ല എങ്കിൽ കുമ്പനാട് കൺവെൻഷൻ നടക്കുമ്പോഴും കോട്ടയത്ത് തങ്കു ബ്രദർ കൺവെൻഷൻ നടത്തുമ്പോഴും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പെന്തക്കോസുകാർ കൺവെൻഷൻ നടത്തുമ്പോൾ അവിടെ MPയെയും MLAയും പഞ്ചായത്ത് മെമ്പറേയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും CPMൻ്റെ ജില്ലാ സെക്രട്ടറിയെയും ഏരിയ സെക്രട്ടറിയെയും കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിനെയും മറ്റ് ഭാരവാഹികളെയും എന്തിനാണ് സ്റ്റേജിൽ വിളിച്ച് കയറ്റിയിരുത്തിയിരിക്കുന്നത്? അവരെ സ്റ്റേജിൽ വിളിച്ച് കയറ്റിയിരുത്തി അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നത്? അപ്പോൾ പറയാം അവർ MP അല്ലേ, MLA ആണ്. MP ആണെങ്കിലും MLA ആണെങ്കിലും അവർ ഒരു രാഷ്ട്രീയക്കാരനാണ്. അവനൊരു പാർട്ടി ബേസിൽ ജയിച്ച ആളാണ്. MLA നമുക്ക് പൊതുവാണെങ്കിലും ഒരു പാർട്ടി ബേസിലാണ് ജയിച്ചത്. പിന്നെ എന്തിനായി MP MLA വിളിക്കുന്നത്? ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മുഴുവൻ കേട്ടിട്ട് വേണം പ്രതികരിക്കാൻ. അല്ലാതെ ഈ വീഡിയോയുടെ ഇതിൻ്റെ ഹെഡിങ് കണ്ടുകൊണ്ട് പ്രതികരിക്കരുത്. മനസ്സിലായോ? അപ്പോൾ ഇനി അതും പോട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ കാൺപൂരിൽ ഒരു പാസ്റ്റർ ആൽബിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും 3 കുട്ടികളെയും ഗാത്തംപൂർ എന്ന സ്ഥലത്തുള്ള പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു. അപ്പോൾ ആദ്യം ഈ വിഷയമായിട്ട് പ്രതികരിക്കാൻ ആദ്യം വിളിക്കുന്നത് ഇവർ അവരുടെ സെൻട്രൽ പാസ്റ്ററെ ആയിരിക്കും, അല്ലെങ്കിൽ സഭയുടെ പ്രസിഡന്റിനെ ആയിരിക്കും. ആ സഭയുടെ പ്രസിഡന്റും സെൻട്രൽ പാസ്റ്ററും എന്താ ചെയ്യുന്നത്? അവിടെ ഏതെങ്കിലും ലോക്കൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെ വിളിക്കുന്നത്. അപ്പം നിങ്ങളത് ആദ്യം മനസ്സിലാക്കേണ്ടത്, കാൺപൂരിൽ ഈ പ്രശ്നമുണ്ടായപ്പോൾ ഇവരാദ്യം ആശ്രയിച്ചത് ഭീം ആർമി പാർട്ടി പ്രവർത്തകരെയാണ്, അല്ലെങ്കിൽ അവരറിഞ്ഞുകൊണ്ട് അവിടെ ചെന്നതാണ്. അതും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്തിനാണ് പിന്നെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളെ സംസാരിക്കുന്നത്? MPനെ കൊണ്ടെന്തിനാണ് വിളിച്ചു പറയിപ്പിക്കുന്നത്? MLA കൊണ്ടെന്തിനാണ് വിളിച്ചു പറയിപ്പിക്കുന്നത്? പെട്ടെന്ന് തന്നെ ജോൺ ബ്രിട്ടാസിനെ വിളിച്ചിരിക്കുന്നു MP, പെട്ടെന്ന് തന്നെ NK പ്രേമേന്ദ്രനെ വിളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജിനെ വിളിച്ചിരിക്കുന്നു. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? അപ്പോൾ പലപ്പോഴും നമ്മൾ പറയും നമുക്ക് രാഷ്ട്രീയം വേണ്ട, രാഷ്ട്രീയക്കാരും വേണ്ട, രാഷ്ട്രീയവും വേണ്ട, രാഷ്ട്രീയക്കാരും വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരെ വിളിച്ച് സ്റ്റേജിൽ കയറ്റി വെച്ചിരിക്കുന്നത്? അല്ലേ? ഇത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. നമ്മളൊരു സമൂഹത്ത് ജീവിക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയം വേണം, നമുക്ക് നമ്മുടെ വിശ്വാസം വേണം, നമുക്ക് മറ്റുള്ളവരുടെ സഹകരണം വേണം. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ശ്രീ ബാബു പറയത്തുകാട്ടിൽ പറഞ്ഞ ഈ വാക്കുകൾക്ക് എവിടെയാണ് തെറ്റ്? അദ്ദേഹം പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ നിന്നും, അതായത് പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ നിന്നും MLAമാരും MPമാരും മന്ത്രിമാരും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ പല കാര്യങ്ങളും നിയമസഭയിലും പാർലമെൻറ്റിലും ഒക്കെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ ചില പെന്തക്കോസ്തുകാർ പറയും അതിൻ്റെ ആവശ്യം എന്നാ, നമുക്ക് നേരിട്ട് ദൈവത്തോട് പറഞ്ഞാൽ പോരെ. അപ്പം നിങ്ങളിത് മനസ്സിലാക്കണം. ഇതുപോലെയുള്ള സംഘടനയുടെ പ്രവർത്തകരുടെ അവർ ഓരോ പ്രവർത്തനങ്ങൾക്ക് കടന്നു വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുത്. ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട്. ഇപ്പോൾ കുമ്പനാട് കൺവെൻഷൻ തകർക്കാൻ വേണ്ടി പാസ്റ്റർ പ്രിൻസ് നിലമ്പൂരും പാസ്റ്റർ ഷമീർ കൊല്ലവും അഹോരാത്രം പരിശ്രമിക്കുന്നു, രാത്രിയും പകലും പരിശ്രമിക്കുന്നു. അപ്പോൾ കുമ്പനാട് കൺവെൻഷൻ അവിടെ നടന്നുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷേ അധികാരമോഹം, പണത്തോടുള്ള ആർത്തി, ഈ 2 കാര്യങ്ങൾ കൊണ്ട് ഈ എന്ത് ചെയ്യുന്നു? ഇതിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഇവർ അഹോരാത്രം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇരുന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എന്നാൽ ഇവർക്ക് നേരെ സുവിശേഷം പ്രസംഗിക്കാൻ അറിയാമോ? ഇവർ പ്രസംഗിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്നുണ്ടോ? ഇവരുടെ പ്രസംഗങ്ങൾ എന്തെങ്കിലും, ഇത് കുറെ കുറ്റവും കുറവും നുണയും കെണിയും കേൾക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഇവരെയൊക്കെ വിളിക്കും, പ്രസംഗിപ്പിക്കും. അതാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ബാബു പറയത്തുകാട്ടിൽ, ബ്രദർ ബാബു പറയത്തുകാട്ടിൽ എന്ന വ്യക്തി ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം നല്ല ഒന്നാം തരം ബിസിനസ് നടത്തുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കടയിൽ പോയിട്ടുണ്ട്. പ്രധാനമായിട്ടും സൈക്കിൾ ഷോപ്പാണെങ്കിലും ആ കടയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഈ ജിമ്മിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് നമുക്ക് എക്സർസൈസ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്, ഇതുപോലെ ബോഡി ബിൽഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആ കടയിലുണ്ട്. പല കടകൾ അദ്ദേഹത്തിന് ഏതാണ്ട് 9 കടയുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ അമേരിക്കയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ വലിയേക്ക് കടന്നുപോയി. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് നോക്കി നടത്താൻ ആളില്ലാത്ത ഒരു സാഹചര്യം വന്നു. ഇപ്പോൾ 2 കടയാണ് അദ്ദേഹത്തിനുള്ളൂ. ആ 2 കടയും നല്ല രീതിയിൽ പോവുകയും അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഈ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. ഇപ്പോൾ ഈ വരുന്ന 28-ാം തീയതി ഒരു പ്രോഗ്രാം നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്താണ് ചെലവഴിക്കുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഏതാണ്ട് ഒരു 50 ലക്ഷം രൂപയോളം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെ എടുത്ത് ആ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തൻ്റെ അധ്വാനത്തിൽ നിന്ന് താൻ പണിയെടുത്തു കൊണ്ടുവരുന്ന പൈസ അദ്ദേഹം സ്വയമായിട്ട് ചെലവാക്കി ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തെ ഒന്ന് യോജിപ്പിച്ച് നിർത്തി അവർക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെ ഒന്ന് കണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ ആക്രമണങ്ങളുമായി പെന്തക്കോസ്തുകാർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഈ ഫേസ്ബുക്കിലിട്ട ഈ വീഡിയോ ഏതാണ്ട് 35,000-ഓളം ആളുകൾ കണ്ടു. ആ വീഡിയോയുടെ താഴെ വന്ന ചില കമൻറ്റുകൾ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ കമൻറ്റുകൾ ഏതാണ്ട് 243 കമൻറ്റുകളാണ്. 137 ഷെയറും വന്നിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ഏതാണ്ട് 30,000-ത്തിലധികം ആളുകൾ കണ്ട ഈ വീഡിയോയുടെ താഴെ എഴുതിയിരിക്കുന്ന ചില കമൻറ്റുകൾ, അതും പെന്തക്കോസ്തുകാരാണ് എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. കാരണം ഇത്രയും മോശമായ കമൻറ്റുകൾ എഴുതാൻ ഇവർ ഇത്രമാത്രം ബൈബിൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവാസം എടുക്കുകയൊക്കെ ചെയ്തിട്ടും ഇവരുടെ വീഡിയോയുടെ താഴെ എഴുതിയേക്കുന്ന കമൻറ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് കമൻറ്റുകളുണ്ട്. അപ്പോൾ ഒരാൾ എഴുതിയിരിക്കുകയാണ്, ഹെവൻലി വോയിസ്. അത് ഏതോ ഒരു പെന്തക്കോസ്തുകാരൻ്റെ ഒരു ചാനലാണ്. ഹെവൻലി വോയിസ് ദൈവത്തോട് മത്സരിക്കുന്നു. ഇതാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് ഒരു പെന്തക്കോസ്തുകാരൻ എഴുതിയിരിക്കുകയാണ്, ഡിനോ ഇട്ടി. പെന്തക്കോസിൽ നിന്നുള്ള മുഖ്യമന്ത്രി ആരായിരിക്കും? കണ്ടോ, കളിയാക്കുകയാണ്. അപ്പോൾ പെന്തക്കോസ് സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് ഒരു പെന്തക്കോസുകാരൻ. ഇനി അടുത്തത് ഷാജി പീറ്റർ ഓതറ. ഷാജി പീറ്റർ ഒരാൾ പറയാം, കർത്താവ് ഉടനെ എങ്ങും വരുന്നില്ലെന്ന് തോന്നിത്തുടങ്ങി. അടുത്തത് ജെയിംസ് എബ്രഹാം, വളരെ നല്ല തീരുമാനം. ഇസ്രായേൽ മക്കൾ ആവശ്യപ്പെട്ടതുപോലെ ഞങ്ങൾക്കും വേണം രാജാവിനെ. മുദ്രാവാക്യം യേശു വേണ്ട, കാശ് മതി. ഞാൻ ചോദിക്കുന്നത്, ഈ പുള്ളിക്ക് ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വിവരമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ടോ? യേശു വേണ്ട, കാശ് മതി. സ്വതന്ത്ര സഭകളുടെ ഒരു കൂട്ടായ്മയാണിത്. സാമ്പത്തികപരമായിട്ട് ഒന്നുമില്ലാത്ത ദരിദ്രന്മാരായിട്ടുള്ള ആളുകളാണ് ഈ സ്വതന്ത്ര കൂട്ടായ്മയിലുള്ളത്. ഏതെങ്കിലും വമ്പന്മാരിൻ്റെ കൂടുവോ? ഇദ്ദേഹം ഒരു പെന്തക്കോസുകാരൻ, ജെയിംസ് എബ്രഹാം എന്ന് എനിക്ക് തോന്നുന്നു. ഈ ജെയിംസ് എബ്രഹാമിനോട് ഏതെങ്കിലും ഒരു പെന്തക്കോസുകാരൻ, ഏതെങ്കിലും ഈ തങ്കു ബ്രദറിനെ പോലെ, അതുപോലെ ഈ ടിനു ജോർജിനെ പോലെ, അല്ലെങ്കിൽ ജോൺ താരുവിനെ പോലെ, അല്ലെങ്കിൽ ബ്രദർ ഡാമിയനെ പോലെയുള്ള ആളുകൾ ഈ സംഘടനയിൽ ചേരുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവരൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളവരും കോടിക്കണക്കിന് രൂപയുടെ പുറത്ത് കിടന്നുറങ്ങുന്നവരും
ജീവിതം മുഴുവൻ 5 സ്റ്റാർ ഹോട്ടലിൽ തിന്ന് സുഖിച്ച് ജീവിക്കുന്നവരുമാണ് ഈ പറയുന്ന ആളുകളെല്ലാം. എന്നാൽ ഇത് ഒരു സാധാരണക്കാരൻ്റെ, ഒരു പാവപ്പെട്ടവരുടെ, അല്ലെങ്കിൽ സ്വതന്ത്ര സഭക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. മനസ്സിലായോ? അപ്പം ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. എന്താ ഇദ്ദേഹം ഉദ്ദേശിച്ചത്? നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യം, ഇത് ഒരു ഭരണഘടനയുള്ള രാജ്യമാണ്. ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്. ഇന്ത്യയുടെ പ്രസിഡന്റ് വരുമ്പോൾ, ജെയിംസ് ബ്രദർ എനിക്ക് ചോദിക്കുകയാണ്, ഇന്ത്യയുടെ പ്രസിഡന്റ് വരുമ്പോൾ നിങ്ങൾ ആ കസേരയെ തന്നെ അവിടെ അള്ളിപ്പിടിച്ചിരിക്കുമോ? നിങ്ങൾ അള്ളിപ്പിടിച്ചിരുന്നാൽ നിങ്ങളുടെ പെടലേക്ക് പിടിച്ച് ആൾ പൊക്കിയെടുത്ത് മാറ്റിയിരുത്തും. അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ഇല്ല, നടന്നു വരിക, ഞാൻ റോട്ടിൽ നിന്ന് മാറുകയല്ല, ഇത് ഞാൻ ടാക്സ് കൊടുക്കുന്ന റോഡാണ്, ഞാൻ അവിടെ വഴി കയറി നിൽക്കുന്ന ഈ ജെയിംസ് ബ്രദർ പറഞ്ഞാൽ, ജെയിംസ് ബ്രദറിൻ്റെ പെടലേക്ക് പിടിച്ച് തത്തിച്ച് ആളുകൾ എന്ത് ചെയ്യും? ഇറക്കി വിടും. അപ്പം ഇത്രമാത്രം ചിന്തിക്കാൻ ശേഷിയും ശേമുഷിയും ഇല്ലാത്ത ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ട്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. ഒരുത്തനേക്ക് ഒരു റൂഡി പാസർ, പിന്നെ ഒരു വ്യാജ ഐഡിയ ആണ്. അദ്ദേഹം പറയാം തിരുവനന്തപുരം സെൻട്രലിൽ ഞാൻ മനസ്സിലായി, അദ്ദേഹം വ്യാജനാണ്. പാസ്റ്റർ ഡേവിഡ് അടിമാലി എൻ്റെ ഒരു സ്നേഹിതനാണ്. ദേ വന്നിരിക്കുന്നു, അവിടെയും കുളം കലക്കാൻ, ഉണ്ടായിരുന്ന സഭ നശിപ്പിച്ചു, ഇനിയും നിയമസഭ കൂടെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അപ്പം ഡേവിഡ് ബ്രദർ എന്നെ ഞാൻ മറുപടി കൊടുക്കുന്നില്ല, അദ്ദേഹത്തെ ഞാൻ നേരിട്ട് മറുപടി കൊടുത്തോളാം. പിന്നെ ഒരു റോഷൻ തമ്പി എഴുതിയിരിക്കുകയാണ്, എല്ലാ പാർട്ടികളിൽ നിന്ന് ബാർഗനിങ് ചെയ്ത് പൈസ മേടിക്കാനുള്ള തന്ത്രം. സുഹൃത്തെ, ഒരു മനുഷ്യൻ കമൻ്റ് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് എഴുതുന്നത്. എനിക്ക് റോഷൻ ബ്രദറിനെ അറിയാം. ഇദ്ദേഹം ഒരു വളരെ പിന്തിരിപ്പനായിട്ടുള്ള ആളാണ്. എന്തിനും റിബൽ മാത്രമേ പുള്ളി ചിന്തിക്കുകയുള്ളൂ. ഗുണമുള്ള ഒരു കാര്യവും ചിന്തിക്കില്ലാത്ത, എന്ത് പോസ്റ്റ് ഇട്ടാലും റിബൽ മാത്രമേ അദ്ദേഹം ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ പാർട്ടിയിൽ അങ്ങനെ എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? താങ്കൾക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? എത്ര രൂപ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്? ഏത് പാർട്ടിയിൽ നിന്നാണ് പണം കിട്ടുന്നത്? അങ്ങനെയുണ്ടെന്ന് പറ. പാർട്ടിയിൽ നിന്നും പണം കിട്ടും. ഏത് പാർട്ടിയിൽ നിന്ന് ആർക്ക് എന്ത് കിട്ടി? ഇതൊക്കെ ഈ ബാലിശമായിട്ടുള്ള ഇന്ന്. ഇനി അടുത്തത് മധു, അദ്ദേഹം പിന്നെ ഒരു ഹിന്ദുവാണെന്ന് തോന്നുന്നു. സമയം കളയാതെ പെന്തക്കോസുകാർ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമോ? അദ്ദേഹത്തിൻ്റെ പേര് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ മതം എന്ത് വിശ്വാസം വിട്ട് പെന്തക്കോസുകാരനായതാണെന്ന് അറിയത്തില്ല. ഇനി മനു ജോസഫ് കൈതവന, മധു ജോസഫ് കൈതവന എഴുതിയേക്കാണ്. പെന്തക്കോസ്ത് സഭയുടെ മൊത്തം അവകാശം കേരള കോൺഗ്രസ്സുകാരൻ ബാബു പറയത്തുകാട്ടിലും ഗോസ്പൽ ടി വിക്കാരൻ സംഘിയും എന്നു മുതലാണ് ഏറ്റെടുത്തത്? കൊള്ളാം. മനു ജോസഫ്, നല്ലൊരു ചോദ്യമാണ്. ഇതേപോലെ പെന്തക്കോസുകാരുടെ മൊത്തം അവകാശം ഏറ്റെടുക്കുന്നു. അല്ലെ, ഇതിനൊരു നേതാവുണ്ടോ? ആരാ ഇതിൻ്റെ നേതാവ്? അതും കൂടെ ഈ മനു പറയണം. ആരാണ് നേതാവ്? IPC കാരനാണോ? വത്സൻ എബ്രഹാമാണോ? പിന്നെ AG സഭയുടെ ഇദ്ദേഹമാണോ? TJ സാമുവലാണോ? ആരാ ഇതിൻ്റെ നേതാവ്? കത്തോലിക്ക സഭയ്ക്കൊരു നേതാവുണ്ട്, അത് പോപ്പാണ്. ഓർത്തഡോക്സ് സഭയ്ക്കൊരു നേതാവുണ്ട്, അത് പാത്രിയാർക്കീസ് ബാബയാണ്. മാർത്തോമാ സഭയ്ക്കൊരു നേതാവുണ്ട്, അത് മെത്രാപ്പോലിത്തിയാണ്. CSI സഭയ്ക്കൊരു നേതാവുണ്ട്, അത് മോഡറേറ്ററാണ്. പെന്തക്കോസ്ത് സഭയ്ക്ക് ആരിലുണ്ടോ നേതാവ്? ആരാ നേതാവ്? IPC കാരൻ ചർച്ച് ഓഫ് ഗോഡിനെയും, ചർച്ച് ഓഫ് ഗോഡുകാരൻ IPC കാരനെയും, IPC കാരനെ AG കാരനെയും. ഇതിൽ ആരാ നേതാവ്? ആരാണ് ഇതിൻ്റെ ഒരു കാരണവർ? നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു അപ്പൻ ആരാണ് ഇതിൻ്റെ? അപ്പോൾ പറയും ദൈവമാണ് ഇതിൻ്റെ അപ്പൻ. ഇല്ലേ? ഇതല്ലേ പറഞ്ഞ് ഇതൊരു മുട്ടായുക്തി പറഞ്ഞങ്ങ് ഒഴിവാകുകയാണ്. ആരാ ഇതിൻ്റെ മൊത്തക്കച്ചവടക്കാരൻ ആരാ? നിങ്ങളെന്ന് പറഞ്ഞ് ഈ മനു ബ്രദർ എന്ന് പറഞ്ഞ മനു ജോസഫ് ഇത്രയും വലിയ ആവേശമല്ലേ? സുഹൃത്തെ, ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ഐക്യതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ അവസാനം വിശ്വാസത്തിൽ തന്നെ വിട്ടുപോകേണ്ട സാഹചര്യമായിരിക്കും ഉണ്ടാവുകയുള്ളൂ. കാരണം നിങ്ങളെപ്പോലെയുള്ള ഈ അലവലാദികൾ ഇതുപോലെയുള്ള കമൻറ്റുകൾ എഴുതി കഴിയുമ്പോൾ ഞാൻ എന്തിനിത് കേൾക്കണം? എനിക്ക് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് ബിസിനസ്സുണ്ട്. ഞാൻ എൻ്റെ ബിസിനസ് നോക്കി മുമ്പോട്ട് പോയാൽ പോരെ. ഞാൻ എന്തിനാണ് ഈ സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതെന്ന് ബാബു പറയത്തുകാട്ടിനെ പോലെയുള്ള ആളുകൾ ചിന്തിച്ചാൽ അദ്ദേഹത്തെ കുറ്റം പറയാനൊന്നും പറ്റിയില്ല. ഏറ്റവും വലിയ കുഴപ്പം നിങ്ങളെപ്പോലുള്ള ആളുകളെ മേയ്ക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും അധികാരം, എല്ലാവർക്കും കസേര വേണം. ഇനി ഇത് പറയുമ്പോൾ മനു ബ്രദറിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ബൈബിൾ മനു ബ്രദർ വായിക്കണം.
അതായത് മോശ ഇസ്രായേൽ ജനങ്ങളെ കണ്ട് അവരുടെ വേദന കണ്ട് അവരെ സഹായിക്കാൻ ഇറങ്ങിത്തിരിച്ച് ഒരുത്തനെ തല്ലിക്കൊന്നു, മണ്ണി കുഴിച്ചിട്ടു, മണലിൽ. പിറ്റേ ദിവസം ചെന്നപ്പോൾ അവർ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് അധികാരിയാക്കി നിന്നെ നിയമിച്ചത് ആരാണ്? അപ്പം മോശ ഈ ഇസ്രായേൽ ജനങ്ങളെ കൊണ്ടുവന്ന അന്ന് മുതൽ മോശയ്ക്ക് ചെവിതല കേൾക്കാൻ നേരമില്ലായിരുന്നു. എന്നും പിറുപിറുക്കും, പരിവാസവും, ബുദ്ധിമുട്ടും. അവസാനം മോശയ്ക്കെതിരെ മോശയുടെ സഹോദരനും പിറുപിറുത്തു, ഇല്ലേ? അപ്പം നമ്മളിത് മനസ്സിലാക്കേണ്ട, സ്വന്തം സഹോദരൻ ഒരു പെന്തക്കോസ്ത് സമൂഹത്തെ നയിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോൾ അപ്പനും അമ്മയും മക്കളെയൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. കാരണം അത്രമാത്രം മാനസാന്തരപ്പെടാത്ത, അല്ലെങ്കിൽ വിവേകിച്ച്, അല്ലെങ്കിൽ ക്ഷമയില്ലാത്തൊരു സമൂഹമാണ്. അപ്പോൾ മനു ബ്രദർ ഇതിനൊക്കെ ഒരു ഉദാഹരണമാണ്. കാരണം മനു ബ്രദർ ഒരു പെന്തക്കോസ്തുകാരനാണെങ്കിൽ അത് യു ആർ ദ പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് വേണേൽ പറയാം. താങ്കളാണ് ഒരു പെന്തക്കോസ്തുകാരൻ എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ. വേറെ ആരെയാണ്? ഇനി അടുത്തത് ഒരു കിളവനുണ്ട്, ഒരു ജോൺസൺ TU എന്ന് പറയുന്ന ഒരു കിളവനുണ്ട്. ഇങ്ങനെ ഞാൻ കുറേ നാളായിട്ട് നോക്കി വെച്ചിരിക്കുകയാണ് ഈ ജോൺസൺ TU എന്ന് പറഞ്ഞത്. ഇത്രയും ഈ 10-80 വയസ്സ് കഴിഞ്ഞ് കാർന്നോർക്ക് കൂടുതൽ അദ്ദേഹത്തിന് പറയാം, തലയും നരച്ചു, തടി രോമങ്ങളും നരച്ചു. എന്നിട്ടും ഈ കുശുമ്പും കുന്നായ്മയും മാത്രം കൊണ്ടേ നടക്കുന്ന ഒരു കാർന്നവരാണ് ഇദ്ദേഹം. എൻ്റെ അപ്പനേക്കാൾ പ്രായമുള്ളത് കൊണ്ട് ഇങ്ങേരോട് ഞാൻ ഒന്നും പറയാറില്ല. കാരണം എൻ്റെ വീഡിയോയുടെ താഴെ എന്നും അശ്ലീല കമൻറ്റുകൾ നടത്തുന്ന ഒരു അലവലാതിയാണ് ഈ കാർന്നവർ. ഇനി ഞാൻ ഒരു വ്യക്തിയെ കാണിച്ചു തരാം. പ്രസാദ് വർഗീസ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. വെള്ളിക്കുന്നിൽ, പ്രസാദ് വർഗീസ് വെള്ളിക്കുന്നിൽ. ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഞാൻ എടുത്തു നോക്കി, ഭാര്യയും പെമ്മക്കൾ 2 കൂടെ നിപ്പുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണിക്കുമായിരുന്നു. കാരണം ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കമൻറ്റ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇദ്ദേഹം എഴുതിയിരിക്കണം, ഒരൊറ്റ പെന്തക്കോസുകാരും ഇവരുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യരുത്. പെന്തക്കോസുകാർ അത്ര പൊട്ടന്മാരൊന്നുമല്ല. അപ്പോൾ ഈ പുള്ളി എത്ര വലിയൊരു കുശുമ്പനാന്ന് നോക്കിക്കേ, ഈ പ്രസാദ് വർഗീസ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനാണോ? എന്തെങ്കിലും ഒരു വർഗസ്നേഹം എന്ന് പറഞ്ഞുകൊണ്ടോ? നീയൊക്കെ ഒരു കാക്കാനെ കണ്ടു പഠിക്കണം. ഞാൻ ഈ പ്രസാദ് വർഗീസ് എന്ന് പറഞ്ഞ ഈ പുള്ളിയുടെ ഇവന്മാരൊക്കെ എത്രമാത്രം സ്വാർത്ഥന്മാരാണെന്നറിയാം ഇതിൻ്റെ അകത്ത്. എനിക്ക് ഈ പ്രസാദ് വർഗീസ് എന്ന് പറയുന്ന ഇങ്ങേരോട് എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കളൊക്കെ ആദ്യം ഒരു കനാനായക്കാരനെ കണ്ടുപിടിക്കണം, ഒരു കത്തോലിക്കക്കാരനെ കണ്ടുപിടിക്കണം, ഒരു മാർത്തോമാക്കാരനെ കണ്ടുപിടിക്കണം. ഒരു ഇലക്ഷൻ വരുന്നതിന് മുമ്പ് അവരവിടെ ചെല്ലും, എന്നിട്ട് പറയും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തണം, അതൊരു കനാനായക്കാരനായിരിക്കണം, എന്നാലേ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. റാന്നി പരിസരത്ത് ഞാൻ മനസ്സിലാക്കുന്ന 15,000 വോട്ട് അവർക്കുണ്ട്, കനാനായക്കാർക്ക്. അവർ പറയും ഞങ്ങളുടെ ആളെ നിർത്തിയാലേ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. ഇവിടെ പെന്തക്കോസുകാരൻ പറയുകയാണ് ഞങ്ങളുടെ ആളെ നിർത്തിയാൽ ഞങ്ങൾ വോട്ട് ചെയ്യുകയില്ല. ഇവൻ ഏത് കൂതറ പെന്തക്കോസുകാരനവൻ? ഈ പ്രസാദ് വർഗീസ് വെള്ളിക്കുന്നിൽ. ഇതുപോലെയുള്ള കൂതറകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? വർഗസ്നേഹമില്ലാത്തവന്മാരെ കണ്ടിട്ടുണ്ടോ? നേര് പറയുക, ഒരൊറ്റ ഒരു പെന്തക്കോസുകാരന് വോട്ട് ചെയ്യരുതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഇവരോട് എനിക്ക് പറയാനുള്ള, ഒരു കനാനായക്കാരനെ, ഒരു കത്തോലിക്കനെ കണ്ടുപിടിക്കണം. അവൻ പറഞ്ഞു ഞങ്ങളുടെ ആളെ ഇവിടെ നിർത്തണം. കൊച്ചി മേയർ സ്ഥാനത്തേക്ക് വന്നു. അവർ പറഞ്ഞു ഞങ്ങളുടെ ആളെ മേയറാക്കാവുള്ളൂ, ഞങ്ങളുടെ ആളെ MP ആക്കണം. ഇടുക്കി ജില്ലയിൽ MP കത്തോലിക്കനായിരിക്കണം. അവരൊന്നും അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യല. അതാണ് ഐക്യത എന്ന് പറയുന്നത്. തനിക്കൊക്കെ എന്നാ മണ്ണാങ്കട്ട അറിയാം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്ത് മണ്ണാങ്കട്ട അറിയാം? ഇങ്ങനെ എഴുതിയൊക്കെ വെണ്ടയ്ക്കാൻ മുഴുപ്പിലേക്ക് ഒറ്റ പെന്തക്കോസുകാരും ഇവരുടെ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യില്ല. പെന്തക്കോസുകാർ അത്ര പൊട്ടന്മാരല്ല. വാസ്തവത്തിൽ പൊട്ടൻ താനാണോ അതോ പെന്തക്കോസുകാരാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പെന്തക്കോസുകാർ വോട്ട് ചെയ്യരുന്നു. ഇവനൊക്കെ എവിടെ കിടന്നവനാണെന്ന ഇത്രയും അലവലാദികൾ ഈ പെന്തക്കോസ് സമൂഹത്തിലുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവനെ സഹായിക്കരുത്, അപ്പുറത്തിരിക്കുന്ന വേർത്തിനെ സഹായിച്ചോണം. കാരണം നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവനെ സഹായിച്ചാൽ അവൻ ഉയർന്നു പോകും. എന്തൊരു മാനസികതയാണ്! ഈ ബാബു പറയത്തുകാട്ടിൽ എന്ന വ്യക്തി, അദ്ദേഹം കേരളത്തിൽ പല പ്രശ്നങ്ങളിലും പെന്തക്കോസുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. പാസ്റ്റർമാർക്കെതിരെയുള്ള ഉപദ്രവങ്ങൾ.
എത്ര കൃത്യമായിട്ടാണ് പോലീസ് ഈ പറയുന്ന ആളുകളെ, അതായത് ഇവർക്കെതിരെ പ്രവർത്തിച്ചവരെ അറസ്റ്റ് ചെയ്തത്? ഉപദ്രവിച്ചില്ലെങ്കിലും താങ്കളെ പോലെ ഉണ്ടോ സാം ഡാനിയൽ, അതിൻ്റെ കുറവുണ്ടായിരുന്നുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ എഴുതിയിട്ടുണ്ട്, എൻ്റെ അഭിപ്രായത്തിൽ ജോയൽ ജോസഫ്, എൻ്റെ അഭിപ്രായത്തിൽ പെന്തക്കോസുകാർ ശക്തമായി രാഷ്ട്രീയത്തിൽ വരണം കേട്ടോ. ഈ കമൻ്റ് എഴുതിയതിൽ വിവരമുള്ള ഒരുത്തനെ കണ്ടുകിട്ടി, ജോയൽ ജോസഫ്. അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയത്തിൽ വരണം. കാരണം അദ്ദേഹത്തിനറിയാം ഈ രാഷ്ട്രീയപരമായി മുന്നേറിയാൽ നമുക്ക് ലഭിക്കേണ്ട പല അവകാശങ്ങളെ ചോദിച്ചു മേടിക്കാൻ കഴിയും. അത് നമ്മുടെ പല ആളുകൾക്കും പല രീതിയിലുള്ള ഗുണങ്ങൾ കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കി. അടുത്തത് സ്റ്റാൻലി കെ മാത്യു, അടുത്തൊരു വിവരദോഷി. സ്വന്തം വോട്ടെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇനി അടുത്തത് സജി കൊച്ചുമ്മൻ, വേറൊരു പുള്ളിയാണ്. പെന്തക്കോസുകാരുടെ പേര് കളയാതെ പണിയെടുത്ത് ജീവിക്കാൻ നോക്കടാ. യഥാർത്ഥ പെന്തക്കോസ് ബോധമുള്ളവർ അവരെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അവർക്കറിയാം. അല്ലാതെ നിന്നെപ്പോലെയൊക്കെ കുറേ ജാതികൾ കുറുവടിയെടുക്കുമ്പോൾ കണ്ടം വഴി ഓടാൻ നിൽക്കുന്ന ഇവന്മാർ എന്നിട്ട് പെന്തക്കോസ് ഉണ്ടാക്കാൻ പോകുന്നു. ഈ പുള്ളി പറഞ്ഞ ഇത്രേ ഉള്ളൂ, പെന്തക്കോസുകാരുടെ പേര് പറഞ്ഞ് പണിയെടുത്ത് ഞാൻ പണിയെടുത്താണ് ജീവിക്കുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു സ്കൂളിൽ മാന്യമായി ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ബാബു പറയത്ത് കാട്ടിൽ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. താങ്കളെപ്പോലെ പണിയൊന്നും എടുക്കാതെ ഈ ബൈബിൾ വിറ്റ് ജീവിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. അത് ആദ്യം മനസ്സിലാക്കണം. ഈ ആളുകളുടെ ഒരു വിചാരമുണ്ട് ഞങ്ങൾക്കൊന്നും ഒരു പണിയില്ലെന്ന്. ഞങ്ങളൊക്കെ നല്ലപോലെ അധ്വാനിച്ചിട്ടാണ് പണിയെടുക്കുന്നത്. ഇനി അടുത്തത് കുറുവടി എടുത്താൽ കണ്ടം വഴി ഓടും എന്നുള്ളത്. അടി കിട്ടിയാൽ ഏതവൻ ഇതല്ല ഇതിലപ്പുറം പറയും. ബീഹാറിലൊരു പാസയുടെ കർണക്കുറ്റിക്കിട്ട് നോക്കി 4 എണ്ണം കൊടുത്തിട്ട് ശ്രീരാം വിളിക്കാൻ പറഞ്ഞ പുള്ളി തന്നെ വിളിച്ചു. അത് കണ്ടായിരുന്നോ? പുള്ളിനെ അവിടുന്ന് 3 കിലോമീറ്റർ ശ്രീരാം വിളിക്കടാന്ന് പറഞ്ഞ് പെടലിൽ നിർത്തി അടി വെച്ച് കൊടുത്തുകൊണ്ടാണ് പുള്ളിനെ കൊണ്ടുവന്നത്. താങ്കൾ പ്രതികരിച്ചോ? അപ്പോൾ തല്ല് കിട്ടിയാൽ താങ്കളല്ല, താങ്കളുടെ ഫാദർ, അതായത് അച്ഛനാണെങ്കിലും തല്ല് കിട്ടിയാൽ ചിലപ്പോൾ ഓടും. അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തോമസ് പി വൈ, ആകെ ഉണ്ടായിരുന്ന ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നു പെന്തക്കോസുകാർക്ക്. ഇങ്ങനെ ഏതാണ്ട് 200-ലധികം കമൻറ്റുകൾ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് പെന്തക്കോസ്ത്. ഞാനിതെല്ലാം പറയാൻ വന്നത്, ഇത്രയും അലവലാദികളുടെ ഈ കമൻറ്റുകൾ ഇങ്ങനെ എഴുതി ഇത്രയും അലവലാദികളുടെ ഒരു സമൂഹമാണ് ഈ പെന്തക്കോസ്ത്. നിങ്ങൾ പറ, ഈ സമൂഹത്തെ എങ്ങനെ നന്നാക്കാൻ പറ്റും? എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ഇത്രയും അലവലാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ സമൂഹത്തെ എങ്ങനെ നന്നാക്കാൻ സാധിക്കും? ഇനി ബാബു പറയത്ത് കാട്ടിൽ ശ്രമിച്ചോ, സാജു തോമസ് ശ്രമിച്ചോ, ഇനി ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്നാലേ ഈ കമൻ്റ് എഴുതിയിരിക്കുന്ന ഈ അലവലാദികളായിട്ടുള്ള ആളുകളെ നന്നാക്കാൻ പറ്റുമോ? പറ്റിയല്ല. കാരണം ബുദ്ധി എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത, ഇതിൻ്റെ അകത്ത് മണ്ണാങ്കട്ട കയറ്റി വെച്ചിരിക്കുന്ന ആളുകളാണ് നല്ലൊരു ശതമാനം പെന്തക്കോസുകാരും. വിവരമില്ല, വിദ്യാഭ്യാസമില്ല, സമൂഹത്തിലിറങ്ങി നല്ല 10 ആളുകളെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളവർ ഇദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ല. ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ പറയാം, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ എന്നൊരു സംഘടന രൂപീകരിച്ച് മുമ്പോട്ട് പോകുന്നത് ഇത് ശ്രീ ബാബു പറയത്ത് കാട്ടിലിന് തലയ്ക്ക് വെളിവില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ ഐക്യതയ്ക്ക് വേണ്ടി പ്രവർത്തി. പലരും ചോദിക്കും, മുഖ്യധാര പെന്തക്കോസുകാരുണ്ടോ, IPC-കാർ, അവന് ആവശ്യമുണ്ടോ? വത്സൻ അബ്രഹാമിന് ഇതിൻ്റെ അകത്ത് വരേണ്ട ആവശ്യമുണ്ടോ? 1000 കോടി രൂപയുടെ ആസ്തിയുള്ള ആളാണ്. ഒരു ഉദാഹരണം, ഏറ്റവും കുറഞ്ഞത് MA വർഗീസ് ഭാസ്കറിൻ്റെ 5000 കോടി ആസ്തിയുള്ള ആളാണ്. പുള്ളിക്ക് വരേണ്ട ആവശ്യമുണ്ടോ? തങ്കു ബ്രദറിന് വരേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് ഏതാണ്ട് അത്ര കോടി ആസ്തിയുണ്ട്. ടിനു ജോർജിന് വരേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തിനുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി. കാശുള്ളവൻ ഇതിൻ്റെ അകത്ത് വരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച്. ഇത് സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കും. പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യണം. അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യണം. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങി അതിനെ മാനസികമായും അല്ലെങ്കിൽ കമൻറ്റുകൾ എഴുതിയും തളർത്താമെന്ന് വിചാരിച്ചാൽ ഈ ഏറ്റവും കൂടുതൽ
കല്ലേറ് കൊള്ളുന്നത് കായ്ക്കുന്ന വൃക്ഷത്തിന്. അത്ര ചിന്തിക്കുക, ഒരു സാമാന്യ ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നാ കമൻ്റ് എഴുതിയെന്ന് പറഞ്ഞാലും പെന്തക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ഈ ബാബു പറയത്തുകാട്ടിൽ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ആളുകളുണ്ട്, അവർ പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങളിത് കണ്ണ് കടിച്ചിട്ടോ അസൂയപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ അലവലാദികളായിട്ടുള്ള ഈ കമൻ്റ് എഴുതിയ ആളുകളോട് പറയാനായിട്ടുള്ളൂ.